ലോകം ഇന്ന് ഇറാനെ കാണുന്നത് യുദ്ധങ്ങളുടെയും ഉപരോധങ്ങളുടെയും ഭീഷണികളുടെയും കണ്ണിലൂടെയാണ്. എന്നാൽ വാർത്താ തലക്കെട്ടുകൾക്കും രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും അപ്പുറം ഈ രാജ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മഹാവിസ്മയങ്ങളുണ്ട്. 3 സഹസ്രാബ്ദങ്ങളായി മണലാരണ്യങ്ങൾക്കും മലനിരകൾക്കുമിടയിൽ ഒരു നാഗരികത എങ്ങനെ അതിജീവിച്ചു എന്നത് ലോകം ഇന്നും വിസ്മയത്തോടെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചയാണ്. നദികളോ തുറമുഖങ്ങളോ സ്വാഭാവിക വിഭവങ്ങളോ ഇല്ലാത്ത വെറും ചുണ്ണാമ്പ് കല്ലുകുന്നുകൾക്ക് മുകളിൽ പടുത്തുയർത്തിയ ഒരു നഗരം എങ്ങനെ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തർക്ക വിഷയമായ പ്രദേശമായി മാറി. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം പിറന്നത് റോമിലോ ഏതൻസിലോ അല്ല, മറിച്ച് BC 539 ഒരു പേർഷ്യൻ രാജാവ് കളിമണ്ണിൽ കൊത്തിയെടുത്ത സിലിണ്ടറിലൂടെയാണ് എന്ന സത്യം നമ്മിൽ എത്ര പേർക്കറിയാം? ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമോസ് കടലിടുക്കിന് വെറും 5 മൈൽ അകലെയാണ് ഹോർമോസ് ദ്വീപ്. പുറമെ നിന്ന് നോക്കിയാൽ വെറും ഒരു ഇരുണ്ട ഭൂപ്രദേശമായി തോന്നുമെങ്കിലും അവിടെ കാലുകുത്തുന്നവരെ കാത്തിരിക്കുന്നത് നിറങ്ങളുടെ ഒരു വിസ്മയ ലോകമാണ്. 70ഓളം വ്യത്യസ്ത ധാതുക്കളാൽ സമ്പന്നമായ ഈ ദ്വീപിലെ ചുവന്ന മണ്ണ് ഖൊലാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മണ്ണ് കേവലം ഒരു കാഴ്ചയല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. അവർ ഈ മണ്ണ് ഭക്ഷണത്തിലും ആഘോഷങ്ങളിലും നിറങ്ങളായി ഉപയോഗിക്കുന്നു. റെയിൻബോ വാലിയിലെ വർണ്ണാഭമായ മലനിരകളും സ്വയം പ്രകാശിക്കുന്നത് പോലെ തോന്നിക്കുന്ന കടൽ തീരങ്ങളും ഭൂമിയിലെ മറ്റൊരു ലോകത്തെ കൂടിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇറാന്റെ ഹൃദയഭാഗത്തുള്ള ഇസ്ഫഹാൻ നഗരം കലയുടെയും ഗണിതശാസ്ത്രത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൊതു ഇടങ്ങളിൽ ഒന്നായ നക്ഷെ ഇ ജഹാൻ സ്ക്വയർ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. 17ാം നൂറ്റാണ്ടിലെ ഗണിതശാസ്ത്ര വിദ്യകൾ ഉപയോഗിച്ചു നിർമ്മിച്ച ഷാ മസ്ജിദിലെ വലിയ താഴികക്കുടത്തിന് താഴെ നിന്ന് ഒരു കൈയടിച്ചാൽ അത് കൃത്യം 7 തവണ പ്രതിധ്വനിക്കും. ഇത് കേവലം ഒരു അത്ഭുതം മാത്രമല്ല, മറിച്ച് 17ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ എഞ്ചിനീയറിംഗിന്റെ കരുത്തുകൂടിയാണ് വിളിച്ചോതുന്നത്. തൊട്ടടുത്ത് തന്നെ അർമേനിയൻ ക്രിസ്ത്യൻ ദേവാലയമായ വാങ് കത്തീഡ്രലും സ്ഥിതി ചെയ്യുന്നുണ്ട്. 2 വ്യത്യസ്ത മതവിശ്വാസങ്ങൾ നൂറ്റാണ്ടുകളായി ഒരേ തെരുവിൽ എങ്ങനെ സഹവർത്തിത്വത്തോടെ കഴിയുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളിലൊന്നായ യാസ്ത് നഗരം മരുഭൂമിയോട് പൊരുതിയല്ല, മറിച്ച് മരുഭൂമിയെ അനുഭവിച്ചാണ് ഇവിടെ അതിജീവിക്കുന്നത്. അവിടുത്തെ ബാഡ്ഗീർ അഥവാ വിൻഡ് ടവറുകൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ കണ്ടെത്തിയ പ്രകൃതിദത്തമായ എയർ കണ്ടീഷനിംഗ് സംവിധാനമാണ്. യാതൊരു ഊർജവും ഉപയോഗിക്കാതെ പുറത്തെ കടുത്ത ചൂടിനെ 15 ഡിഗ്രി വരെ കുറയ്ക്കാൻ ഈ ടവറുകൾക്ക് സാധിക്കും. അഗ്നി ആരാധകരായ സ്വരാഷ്ട്രീയൻ മതക്കാരുടെ അണയാത്ത കനൽ അല്ലെങ്കിൽ അറ്റാഷ് ബെഹ്റാം 1500 വർഷങ്ങളായി ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. 80 തലമുറകളായി പൗരോഹിത്യ കുടുംബങ്ങൾ ഈ കനലിനെ കാത്തു സൂക്ഷിക്കുന്നു എന്നത് നാഗരികതയുടെ തുടർച്ചയെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. 7000 വർഷങ്ങൾക്ക് മുമ്പ് മംഗോളിയൻ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ അഗ്നിപർവ്വത ശിലകൾക്കുള്ളിൽ തുരന്നുണ്ടാക്കിയ വീടുകളാണ് കാന്തോവൻ ഗ്രാമത്തിന്റെ പ്രത്യേകത. ഇന്നും ആളുകൾ ഈ പാറകൾക്കുള്ളിൽ താമസിക്കുന്നുണ്ട്. പ്രകൃതിദത്തമായ ഇൻസുലേഷൻ കാരണം പുറത്തെ കാലാവസ്ഥ എന്തു തന്നെ ആയാലും വീടിനുള്ളിൽ എപ്പോഴും സുഖകരമായ തണുപ്പ് നിലനിൽക്കും. തുർക്കിയിലെ കപ്പഡോഷ്യയേക്കാൾ ഉപരിയായി കാന്തോവനെ വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ ജീവിതത്തിന്റെ തുടർച്ച കൂടിയാണ്. തലമുറകളായി അവർ ആ പാറകളെ തങ്ങളുടെ വീടുകളായി മാറ്റിയിരിക്കുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ തകർച്ച എന്നാൽ അവസാനമല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഭൂമി കുലുക്കങ്ങളിലും യുദ്ധങ്ങളിലും നഗരങ്ങൾ ഒന്നടങ്കം തകർന്നു വീഴുമ്പോഴും അവർ സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ ഇഷ്ടികകൾ നിർമ്മിച്ച് ആ നഗരങ്ങളെ പുനർനിർമ്മിക്കുകയാണ്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഇറാൻ ഇന്നും തല ഉയർത്തി നിൽക്കുക കൂടിയാണ് ചെയ്യുന്നത്. വാർത്താ തലക്കെട്ടുകളിൽ നമ്മൾ കാണുന്ന ഇറാനല്ല യഥാർത്ഥ ഇറാൻ. അത് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഒരു കലാരൂപമാണ്. ലോകം ഇന്നും തിരിച്ചറിയാത്തൊരു മഹാവിസ്മയമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും ഇറാന്റെ ഈ നിഗൂഢ സൗന്ദര്യം തേടിപ്പോകുന്നത് മനുഷ്യരാശിയുടെ തന്നെ വേരുകൾ തേടിപ്പോകുന്നതിന് തുല്യമാണ് എന്നത് പറയാതെ വയ്യ.